Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രിംഗ് അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സ്ട്രിംഗ് റിവേഴ്സൽ എന്ന് കൊടുക്കാം. ഇനി അതിനകത്ത് നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. string reverse public static void main ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ്, നമ്മളൊരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്, ഒരു സ്ട്രിങ് കൊടുക്കുകയാണ്. സ്ട്രിങ് ഒറിജിനൽ സ്ട്രിങ് കൊടുക്കാം. സ്ട്രിങ്ങിനകത്ത് ഞാനൊരു സ്ട്രിങ് മേടിക്കുകയാണ്. ഇപ്പോൾ ABCD സ്ട്രിങ്ങാണ് നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, നമ്മളൊരു സ്ട്രിങ് വാങ്ങിച്ചു. ഇനി നമുക്കിതിനെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് റിവേഴ്സ് സ്ട്രിങ് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണിത്. അപ്പോൾ എന്താണ്, ഈ റിവേഴ്സ് സ്ട്രിങ്ങിനകത്തോട്ടൊരു ഇൻപുട്ട് വരണം അല്ലേ. അതായത് നമ്മളിവിടെ വാങ്ങിച്ച സ്ട്രിങ് ABCD എന്നുള്ളത് ഈ ഫംഗ്ഷനകത്തോട്ട് വരണം. എന്നിട്ട് ഇവിടെ ഇട്ട് വേണം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇതിപ്പോൾ ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റാറ്റിക് മെത്തേഡ് എന്താണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷനെ വിളിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷനിൽ നിന്ന് വേണം വിളിക്കാൻ. ഇപ്പം നമ്മളൊരു സ്റ്റാറ്റിക് മെത്തേഡാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് റിവേഴ്സ് സ്ട്രിങ് ആ മെത്തേഡ് കൊടുത്താൽ മതി. എന്നിട്ട് അതിനകത്തോടെ സ്ട്രിങ്ങിനെ നമുക്ക് പാസ് ചെയ്ത് വിടണം അല്ലേ. ഏതാണ് ഒറിജിനൽ അടിച്ചിട്ട് കൺട്രോൾ സ്പേസ് കൊടുത്താൽ മതി, സ്ട്രിങ് വന്നോളൂ. മനസ്സിലായോ? ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഞാനൊരു പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ പാരാമീറ്റർ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സ്ട്രിങ് ഒറിജിനൽ സ്ട്രിങ് എന്ന് തന്നെ കൊടുക്കാം. ആ പേര് തന്നെ കൊടുക്കാം. ഇപ്പോൾ ആ സ്ട്രിങ്ങിനെ ഇവിടെ മേടിച്ചു. ഇനി നമുക്ക് എന്താണ്, ഇത് റിവേഴ്സ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ ഒറിജിനൽ സ്ട്രിങ്ങിനകത്ത് ഈ ABCD എന്ന് പറഞ്ഞതുണ്ട്. ഇത് നമുക്ക് തിരിച്ച് പ്രിന്റ് ചെയ്യണം. DCBA എന്ന് പ്രിന്റ് ചെയ്യണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ലൂപ്പ് ചെയ്യണം. ലൂപ്പ് ചെയ്തിട്ട് ആദ്യം ഏതെടുക്കണം, ലൂപ്പ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഈ DA എടുക്കണം. ബാക്കിൽ നിന്ന് വേണം റീഡ് ചെയ്യാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. ഫോർ ഇൻറ്റ് I ഈക്വൽ ടു, ഇപ്പോൾ ലൂപ്പ് തുടങ്ങുന്നത് എവിടെ തൊട്ടായിരിക്കണം, അതായത് ബാക്കിൽ നിന്നല്ലേ റീഡ് ചെയ്യേണ്ടത്. റിവേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ ആദ്യം ലാസ്റ്റിലത്തെ വേണം നമുക്ക് ആദ്യം കിട്ടാൻ അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ ലൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഫ്രണ്ടിൽ നിന്ന് 0th ഇൻഡെക്സ് തൊട്ട് റീഡ് ചെയ്യും. അപ്പം നമുക്ക് റിവേഴ്സ് ആയതുകൊണ്ട് ലാസ്റ്റിൽ നിന്ന് വേണം റീഡ് ചെയ്യാൻ. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്, 0 1 2 3. ഇതിൻ്റെ ഇപ്പം ലെങ്ത് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. സിസ്ഔട്ട് ഒറിജിനൽ സ്ട്രിങ് ഡോട്ട് ലെങ്ത്. ഇതിപ്പോൾ ഈ നമ്മളിതിൻ്റെ ലെങ്ത് പ്രിന്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ റൺ ചെയ്യുമ്പോൾ ഇതാ 4 എന്ന് വന്നു. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. പക്ഷേ ഇതിൻ്റെ ഇൻഡെക്സ് നമുക്ക് പക്ഷേ 4th ഇൻഡെക്സിലെ എലമെൻ്റ് അല്ല ആദ്യം വേണ്ടത്, 3rd ഇൻഡെക്സിലാണ്. കാരണം എന്താണ്, ഇൻഡെക്സ് എപ്പോഴും ലെങ്ത് ചോദിക്കുമ്പോൾ 4 ആണ്, പക്ഷേ അറേഡ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0 എന്നാണ്. അപ്പോൾ 0th ഇൻഡെക്സിലെ 0 1 2 3. 3rd ഇൻഡെക്സിലാണ് ഈ D എന്ന് പറയുന്ന എലമെന്റ് കിടക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻഡെക്സ് എടുക്കുമ്പോൾ എപ്പോഴും ലെങ്ത് -1 തൊട്ടാണ്, ലെങ്ത് -1 ആണ് അതിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് റീഡ് ചെയ്യേണ്ട എവിടെ തൊട്ടാണ്, ഇതിൻ്റെ ലെങ്ത് -1, അതായത് 3rd ഇൻഡെക്സ് തൊട്ടല്ലേ. 4th എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു എക്സെപ്ഷൻ എന്തെങ്കിലും കാണിക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ലൂപ്പ് ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റ് I ഈക്വൽ ടു ഒറിജിനൽ സ്ട്രിങ് ഡോട്ട് ലെങ്ത് -1. ശരിയല്ലേ? അതായത് 3rd ഇൻഡെക്സ് മുതലാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. ഇനി I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എവിടെ വരെ വേണം, ഇത് 0th ഇൻഡെക്സ് ആവുന്നത് വരെ. ഇപ്പം നമ്മളിവിടെ ഈക്വൽ ടു കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം വരികയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇൻഡെക്സ് വരെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് വരെയുള്ള കണ്ടീഷൻ വരെ ഇത് ചെയ്യത്തുള്ളൂ. അപ്പോൾ B വരെ റീഡ് ചെയ്യത്തുള്ളൂ. 0th ഇൻഡെക്സ് കൂടെ വേണമെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ഇനി എന്താണ്, I++ അല്ലേ നമ്മൾ സാധാരണ കൊടുക്കുന്നത്, I- ആണ്. കാരണം എന്താണ്, ആദ്യം 3rd ഇൻഡെക്സിലെ റീഡ് ചെയ്തു, പിന്നെ നമുക്ക് 2nd ഇൻഡെക്സിലാണ് വേണ്ടത്. അപ്പോൾ Iയുടെ വാല്യൂ 2 ആക്കണ്ടേ.
മനസ്സിലായോ? അതാണ് ഈ ലൂപ്പിൻ്റെ അർത്ഥം. ഈ ലൂപ്പ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് -1, തേർഡ് ഇൻഡെക്സ് തൊട്ട് അതിൻ്റെ ലെങ്ത് -1 എത്രയാണോ അത് മുതൽ റീഡ് ചെയ്യണം. എവിടെ വരെ? >0 ആവുന്നത് വരെ. മനസ്സിലായല്ലോ? ഇനി എങ്ങനെയാണ് നമ്മൾ ആ ഇൻഡെക്സിലെ എലമെൻറ്റിനെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഈ നമ്മൾ ഇൻഡെക്സിലെ ഓരോ എലമെൻറ്റിനെ എടുത്ത് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. നമുക്കിത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഈ സിസ് ഔട്ട്. അപ്പോൾ വേറൊരു സ്ട്രിങ് കൊടുക്കാം, സ്ട്രിങ് റിവേഴ്സ് സ്ട്രിങ്. എന്നിട്ട് അത് നമുക്ക് നള്ളായിട്ടിടാം. ഇനി എങ്ങോട്ടാണ്? ഇതിപ്പോൾ ആദ്യത്തെ ഇൻഡെക്സിലെ ലാസ്റ്റ് ഇൻഡെക്സിലെ എലമെന്റ് എടുത്തിട്ട് നമുക്ക് ഈ റിവേഴ്സ് സ്ട്രിങ്ങിലോട്ട് വേണം സ്റ്റോർ ചെയ്യാൻ. അടുത്ത എലമെന്റ് എടുത്തിട്ട് അതിന്റെ ബാക്കിലോട്ട് തന്നെ അപ്പൻഡ് ചെയ്ത് വേണം കൊടുക്കാൻ അല്ലേ. അപ്പം നമ്മൾ എന്ത് കൊടുക്കും? റിവേഴ്സ് സ്ട്രിങ് അപ്പൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ =, എന്നല്ല നമ്മൾ കൊടുക്കുക, += എന്ന് കൊടുക്കണം. അതായത് ആദ്യത്തെ ഇട്ട് കഴിഞ്ഞ് ബാക്കിലോട്ട് അതിന്റെ ഓരോ എലമെന്റും ആഡ് ചെയ്യണ്ടേ. += ഒറിജിനൽ സ്ട്രിങ് ഡോട്ട് *i. ശരിയല്ലേ? ഇതെന്താ ഇത് കൺഫ്യൂസിങ് ആയിട്ടുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നമ്മുടെ ഒറിജിനൽ സ്ട്രിങ്ങിന്റെ ഈ i എവിടെയാണ്? ഇപ്പോൾ ith ഇൻഡെക്സ് ഈ ലൂപ്പ് ആദ്യം വർക്ക് ചെയ്യുമ്പോൾ 3-ലായിരിക്കും. *i എന്ന് പറയുമ്പോൾ *3 ഏതാണ്? d. അപ്പോൾ ആദ്യം d വന്ന് അപ്പൻഡ് ആവും. പിന്നെന്താണ്? iയുടെ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ 2 ആവും. അപ്പോൾ *2 എന്ന് പറയുമ്പോൾ നമ്മുടെ c പ്രിന്റ് ആവും. മനസ്സിലായോ? ഇവിടെ ഞാനൊരു സിസ് ഔട്ടിൽ കാണിക്കാം. സിസ് ഔട്ട് റിവേഴ്സ് സ്ട്രിങ്. ഇതിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണും. ഇത് ആദ്യം ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ എത്രയാണ്? *i എന്ന് പറയുമ്പോൾ d ആണ്, d പ്രിൻ്റായി. രണ്ടാമത് ഡിയുടെ കൂടെ c. ഇതിങ്ങനെ += എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇങ്ങനെ അപ്പൻഡായി ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ DCB, പിന്നെ DCBA. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രിങ് റിവേഴ്സ് ചെയ്യുന്നത്. കിട്ടിയല്ലോ. ഇതിപ്പോൾ നമുക്ക് ഈ റിവേഴ്സ് ചെയ്ത സ്ട്രിങ് എത്രയാണ് അത് ഫൈനലായിട്ട് പ്രിന്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഇത് ലൂപ്പിനകത്ത് കൊടുക്കുമ്പോൾ ഓരോ തവണ വർക്ക് ചെയ്യുമ്പോഴും പ്രിന്റ് ചെയ്യും. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഈ ഫോർ ലൂപ്പിന്റെ വെളിയിലിടാം. അപ്പോൾ കറക്റ്റായിട്ട് ABCDയുടെ DCBA പ്രിന്റ് ആവും. DCBA റിവേഴ്സ് പ്രിന്റ് ആയതുണ്ടോ? ഇതിപ്പോൾ ഇൻറ്റിജറിനും ഇത് തന്നെ മതി. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ മാറ്റിയിട്ട് കൊടുക്കുകയാണ് 1221 എന്ന് കൊടുക്കുകയാണ്. 1221 354 ഇങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കാം. അതാ കണ്ടോ വന്നത് 354122. ഇപ്പം നമുക്കിതിപ്പോൾ ഒരു ഇൻറ്റിജർ അല്ലേ, നമുക്ക് ഇങ്ങനെ സ്ട്രിങ് ആയിട്ട് മേടിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്കിപ്പോൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ടായിട്ട് വാങ്ങിക്കാം. അതിനിപ്പോൾ ഇത് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങുന്നത്? സിസ് ഔട്ട് എൻ്റർ ആൻഡ് ഇൻപുട്ട് കൊടുക്കാം. ഇനി എങ്ങനെയാണ് വാങ്ങിക്കുക? സ്കാനർ ക്ലാസ് വെച്ചിട്ടല്ലേ. സ്കാൻ ഈക്വൽസ് ന്യൂ സ്കാനർ system.in കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ഇൻപുട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ അതായത് എറർ കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്കാനർ ഇമ്പോർട്ട് ചെയ്യണം. ഇനി എന്താണ്? നമ്മൾ ഒറിജിനൽ സ്ട്രിങ്ങിലോട്ട് വേണം വാങ്ങിക്കാൻ അല്ലേ. അപ്പം നമുക്ക് സ്ട്രിങ് ഒറിജിനൽ സ്ട്രിങ് ഈക്വൽസ് സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ലൈൻ. നിങ്ങൾ നെക്സ്റ്റ് ലൈൻ കൊടുത്താൽ മതി, നെക്സ്റ്റ് ഇൻഡെന്നൊന്നും കൊടുക്കണ്ട. കാരണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻറ്റിജറും എല്ലാം റീഡ് ചെയ്തോളൂ. ഈ ഒരൊറ്റ കോഡ് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? മറ്റേ ഇൻറ്റിജറിൻ്റെ എഴുതുവാണെങ്കിൽ പിന്നെ നമ്മളത് കൺവേർട്ട് ചെയ്യാനും ഒക്കെ പോകണം. അപ്പം അങ്ങനെ വേണ്ട. നമ്മളിപ്പോൾ ഈ ഒറിജിനൽ സ്ട്രിങ്ങിനകത്തോട്ട് ഇത് വാങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ്? ഈ ഒറിജിനൽ സ്ട്രിങ്ങിലെയാണ് നമ്മൾ ഈ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്യുന്നത്. മനസ്സിലായോ? ബാക്കിയെല്ലാം സെയിം തന്നെ. ഇൻപുട്ട് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് റൺ ചെയ്യാം. എൻ്റർ ആൻഡ് ഇൻപുട്ട് 1 2 3 4 5 5 4 3 2 1 റിവേഴ്സ് ആയത് കണ്ടോ? ഇൻറ്റിജർ കൊടുത്താലും ഇനി നമുക്ക് വേണേൽ ഒരു ഡെസിമൽ വേണേലും കൊടുക്കാം. 10.556 655.01. മനസ്സിലായല്ലോ? ഇനി സ്ട്രോബെറി ഏത് സ്ട്രിങ് കൊടുത്താലും ഇൻറ്റിജർ കൊടുത്താലും ഡെസിമൽ കൊടുത്താലും എല്ലാം റിവേഴ്സ് ആവും ഈ ഒരു കോഡ് സ്നിപ്പെറ്റ് വെച്ച്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഫോർ ലൂപ്പിൻ്റെ കാര്യമുള്ളൂ. വളരെ സിമ്പിളാണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. നമ്മൾ ഇൻപുട്ട് വാങ്ങി ഒരു ഇതിനകത്തോട്ട് പാസ് ചെയ്യുന്നതേ ഉള്ളൂ. സ്റ്റാറ്റിക് മെത്തേഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് ആ ഫംഗ്ഷനെ വിളിച്ചാൽ മതി.
അപ്പോൾ ഇത് സ്റ്റാറ്റിക് അല്ല കൊടുത്തെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ സ്ട്രിംഗ് റിവേഴ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, എന്നിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് റിവേഴ്സ് സ്ട്രിംഗ് എന്നൊക്കെ വിളിക്കണം. മനസ്സിലായോ? ഇത് അങ്ങനെ വേണ്ട, ജസ്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഫോർ ലൂപ്പിനകത്ത് ലാസ്റ്റ് ഇൻഡെക്സ് -1 തൊട്ട് റീഡ് ചെയ്യാനുള്ളത് കൊടുക്കുക. എന്നിട്ട് ആ ഇൻഡെക്സിലെ ക്യാരക്ടറിനെ എടുത്ത് ഒരു പുതിയ സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.